ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസങ്ങളിൽ രാഹുൽ പങ്കെടുത്തേക്കുമെന്നാണ് സൂചന. രാഹുലിന്റെ അസാന്നിധ്യത്തിലും ഗർഭഛിദ്ര വിവാദം ചർച്ചയാക്കാനാണ് ഭരണപക്ഷത്തിന്റെ തീരുമാനം. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിൽ എത്താതിരുന്നത്. പോലീസ് കസ്റ്റഡി മർദ്ദനം ചർച്ചയാകുന്ന സാഹചര്യത്തിൽ രാഹുലിനോട് സഭയിൽ വരാൻ പാടില്ലെന്ന് നേതൃത്വം നിർദ്ദേശിക്കുകയായിരുന്നു. പക്ഷേ സഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസങ്ങളിൽ രാഹുൽ എത്തുമെന്നാണ് സൂചന. അതേസമയം രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ സഭയിൽ ഉന്നയിക്കാനാണ് ഭരണപക്ഷത്തിന്റെ തീരുമാനം. ചോദ്യോത്തരവേളയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പരാമർശങ്ങൾ ഇതിന്റെ സൂചനയാണ്. സർ, കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുകയല്ല സർ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സാർ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് സാർ. ഗർഭസ്ഥാവസ്ഥയിൽ ഉള്ള ശിശു മുതൽ സാർ, ഒരമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് ഉരുവാകുന്നത് മുതൽ സാർ, ആദ്യത്തെ 1000 ദിവസം പ്രത്യേക പരിപാടി സംസ്ഥാന സർക്കാരിനുണ്ട് സാർ. ഇന്നലെ രാഹുൽ നിയമസഭയിലെത്തിയതിൽ കോൺഗ്രസിൽ അസ്വസ്ഥത പുകയുന്നുണ്ട്. ഷാഫി പറമ്പിലും സംഘവും രാഹുലിന് നൽകുന്ന പിന്തുണയിൽ ഒരു വിഭാഗം നേതാക്കൾ അതൃപ്തരാണ്. രാഹുലിനെ സഭയിൽ തള്ളിപ്പറയാൻ തയ്യാറെടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഭരണപക്ഷം രാഹുലിനെതിരെ ആരോപണമുന്നയിച്ചാൽ പ്രതിരോധിക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. അതിനിടെ രാഹുലിനൊപ്പം നിയമസഭയിലെത്തിയ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി പ്രവാഹം. നേമം ഷജീറിനെ അധ്യക്ഷ പദവിയിൽ നിന്നും നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.